എസ് കെ പൊറ്റക്കാട് അദ്ദേഹത്തിന്റെ യൂറോപ്പിലൂടെയുള്ള യാത്രയുടെ അനുഭവ കഥകളിൽ ഒരു സംഭവം പറയുന്നുണ്ട്. അദ്ദേഹം പാരീസിൽ വെച്ച് ഒരാളെ പരിചയപ്പെടുന്നു. അയാള് പൊറ്റക്കാടിന് ഒരു വാണിംഗ് കൊടുക്കുന്നു. നിങ്ങൾ പാരീസിലൂടെ ചെല്ലുമ്പോൾ നഗരത്തിൽ നിങ്ങളെ ഭ്രമിപ്പിക്കുന്ന പലരും ഉണ്ടാവും, പ്രത്യേകിച്ച് സുന്ദരിമാരായ പെണ്ണുങ്ങൾ. അവര് നിങ്ങളെ കൂട്ടിക്കൊണ്ട് നൃത്തശാലകളിലേക്ക് പോകും. നിങ്ങളെ അവരുടെ മദാലസ നൃത്തം കൊണ്ട്, അവരുടെ സൗന്ദര്യം കൊണ്ട് ഭ്രമിപ്പിക്കും. എന്നിട്ട് നിങ്ങളെ അവര് ഒരു രാത്രി ഒന്നിച്ചു കഴിയാൻ ക്ഷണിക്കും. നിങ്ങളെ ഒരു ബെഡ്റൂമിലേക്ക് കൂട്ടിക്കൊണ്ടു പോകും. നിങ്ങളിൽ അവരുമായിട്ട് ആ രാത്രി സ്പെൻഡ് ചെയ്യും. ഏതാനും മണിക്കൂറുകൾ മാത്രം. അടുത്ത ദിവസം നിങ്ങൾ ആ തെരുവിലൂടെ നടക്കുമ്പോൾ ചിലപ്പോൾ ഒരു ബോർഡ് കണ്ടേക്കാം, അല്ലെങ്കിൽ ഒരു കെട്ടിടത്തിലേക്ക് ആളെ ക്ഷണിച്ചു കയറ്റുന്ന ഒരു അനൗൺസറെ ചിലപ്പോൾ കണ്ടുമുട്ടിയിരിക്കും. അയാൾ നിങ്ങളോട് പറയും, നിങ്ങൾക്ക് സെക്സ് ഷോ കാണണം, നിങ്ങൾ സെക്സ് ഷോ കാണണം എന്ന് പറഞ്ഞാൽ അയാൾ അതിൻ്റെ ടിക്കറ്റിൻ്റെ പൈസ നിങ്ങളുടെ അടുത്ത് വാങ്ങും, ഒരു ടിക്കറ്റ് തരും. എന്നിട്ട് ഈ കെട്ടിടത്തിനകത്തേക്ക് നിങ്ങളെ പറഞ്ഞു വിടും. അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ നിങ്ങൾ ഒരു ഗാലറിയിലേക്കാണ് എത്തുക. ആ ഗാലറിയിലിരിക്കുമ്പോൾ ഒരു ചില്ലിട്ട ഒരു മുറി താഴെ നിങ്ങൾക്ക് കാണാം. ഒരു സുന്ദരി ഒരു യുവാവുമായിട്ട് ആ ചില്ലിട്ട മുറിക്കകത്തേക്ക് കയറി വരുന്ന കാഴ്ച ചിലപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾ സൂക്ഷിച്ചു നോക്കുമ്പോൾ ഇന്നലെ രാത്രി നിങ്ങളോടൊപ്പം കഴിഞ്ഞ ആ സുന്ദരി തന്നെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. കുറച്ചു നേരം കൂടെ കഴിയുമ്പോൾ ആ സുന്ദരിയുടെ ചേഷ്ടകൾ, ആ സുന്ദരി അപ്പോൾ ആ ചെറുപ്പക്കാരനോട് പെരുമാറുന്നതൊക്കെ ഇന്നലെ രാത്രി നിങ്ങളോട് പെരുമാറിയത് തന്നെയല്ലേ എന്ന് നിങ്ങൾക്ക് തോന്നും. നിങ്ങൾക്ക് ഇത്തിരി കഴിയുമ്പോൾ മനസ്സിലാവും, ഇന്നലെ രാത്രി ആ ചെറുപ്പക്കാരൻ്റെ സ്ഥാനത്ത് നിങ്ങൾ തന്നെയായിരുന്നെന്നും നിങ്ങളുടെ ഈ ലൈംഗിക വൃത്തികൾ കാണാൻ നൂറുകണക്കിന് ആളുകൾ ആ ഗാലറിയിൽ ഇന്നലെയും ഉണ്ടായിരുന്നെന്നും. പാരീസിന്റെ ഇത്തരത്തിൽ ഭ്രമിപ്പിക്കുന്ന, ഭയപ്പെടുന്ന